ഇന്ന് അമ്മയുടെ വക ഒരു പായസം വെപ്പാണേ. പായസം വെക്കുന്നെന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര പണിയുള്ള പായസമാണെന്ന്. അങ്ങനെയൊന്നുമില്ല. നമ്മളിപ്പോൾ ഇതിലാണ് റെഡിമെയ്ഡ് ആയിട്ടുള്ള പായസം വെപ്പൊക്കെയാണ്. മുമ്പ് ഇങ്ങനെയൊക്കെ തന്നെ അമ്മ പായസം വെക്കുന്നത്. മുമ്പ് ഇങ്ങനെ ഇപ്പൊ എളുപ്പമല്ലേ. ഇപ്പൊ പാലൊഴിച്ച് തിളപ്പിക്കുക, അതിലോട്ട് കൊണ്ടുവരുന്ന മിക്സ് തട്ടിയിട്ട് ഇളക്കി, അതിനകത്ത് തന്നെ എല്ലാം ഉണ്ടല്ലോ. ഇനി പാല് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യണ്ടേ. അമ്മ ഒരു തവിയും കൊണ്ട് നിക്കണേ. പക്ഷെ പണ്ടത്തെ പോലെ ഉള്ള വറക്കലൊന്നും ഇല്ലല്ലേ അമ്മ? പണ്ടൊക്കെ വല്ലപ്പോഴും ഒരു ദിവസം കൊണ്ട് ഒരു പായസം കിട്ടും. എനിക്ക് അടപ്രഥമനാണ് കൂടുതൽ ഇഷ്ടം. മിക്കപ്പോഴും അടപ്രഥമനെ കിട്ടും. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സേമിയ വെപ്പുണ്ട്. ആ സമയത്ത് എന്ത് ചെയ്യും, ഈ സേമിയ കൊണ്ടെല്ലാം കൂടെ എന്നെ മുറത്തി തട്ടിയിട്ട് തന്നെ ഏൽപ്പിക്കും, അത് ഒടിച്ചിടാൻ വേണ്ടി. അപ്പോഴാണ് നമ്മൾ വിചാരിക്കുന്ന പായസമാണല്ലോ, ഇന്ന് പായസം ഉണ്ടല്ലോ. ഇപ്പൊ എന്ത് വേണം, ഇപ്പൊ ഇങ്ങനെ പാലൊഴിച്ച് കത്ത് തിളയ്ക്കണം, അതിൽ കുറെ മിക്സ് എല്ലാം കൂടെ തട്ടിയിട്ട് തിളപ്പിച്ച് കുടിച്ച പായസമാണ്. ഇനി വേറൊന്നുമില്ല. കുറെ നേരം ഇനി പാല് തിളയ്ക്കുന്നവരൊന്ന് വെയിറ്റ് ചെയ്യണം. ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട് എങ്ങനെ ഉണ്ടാക്കണമെന്ന്. 1.5 ലിറ്റർ പാല് പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കണം. അതൊന്ന് തിളയ്ക്കുമ്പം കുക്ക് ഓൺ മീഡിയം ഫ്ലെയിം ഫോർ 20 മിനിറ്റ്സ്. ആഡ് 1 ടീസ്പൂൺ ഓഫ് ബട്ടർ അല്ലെങ്കിൽ ഗീ. അപ്പോഴേ റെഡി ആയിക്കോളും. പിന്നെ ഡിലീഷ്യസ് സേമിയ പായസം ഇസ് റെഡി ടു സെർവ്. മുമ്പ് ഇങ്ങനെയൊക്കെ കിട്ടുമോ? മുമ്പ് ഓണത്തിനൊന്നും കിട്ടിയാലായി. ഇപ്പൊ നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും പായസം വെക്കാമല്ലോ. അവരൊക്കെ ഓണം, വിഷു ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ മാത്രം പായസം കിട്ടും. അല്ലാതെ പായസം വേണമെന്ന് പറഞ്ഞാൽ പോലും ആ ദിവസങ്ങളിൽ കാത്തിരിക്കണം. അപ്പൊ പറയും അന്ന് വെച്ചുതരാം. കിട്ടിയാ കിട്ടിയല്ലേ, കിട്ടിയില്ലേ പോയി. അപ്പൊ നിങ്ങൾക്കൊക്കെ എന്തൊരു പാട്. ഞങ്ങൾക്ക് ഇപ്പൊ എല്ലാം സകലതും ഡെയിലി വെക്കണമെന്ന് തോന്നുമ്പോ വെക്കാം. പാല് തിളച്ചല്ലേ അമ്മ? പാല് ഏതാണ്ട് ഞാൻ ഇതിലോട്ട് അതങ്ങ് ഇട്ട് കൊടുത്ത് 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വയ്ക്കാനാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അല്ല, അതിലവര് മൂപ്പിച്ച് വെച്ചേക്കണമെന്നല്ലേ പറയുന്നത്. പാത്രത്തിനൊരു കിടുക്കം. എല്ലാം വേണമെങ്കിൽ പണ്ടാണ് പായസം ഉണ്ടാക്കുമ്പോൾ തേങ്ങ തിരുമല കൂടി തിരുമലാണ്. 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല്, എത്ര മണിക്കൂർ കാത്തിരുന്നാലാണ് അവര് പായസം കിട്ടുന്നത്. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. പക്ഷെ അടപ്രഥമനാണെങ്കിൽ പാടാണല്ലേ അമ്മ? ഇപ്പോഴും അങ്ങനെ അല്ല. ഇപ്പോഴും അടപ്രഥമനും ഇതുപോലെ മിക്സ് വെച്ചിട്ടുണ്ടല്ലോ. 2 ഗ്ലാസ് പാല് തിളപ്പിക്കുക, അതിലിടുക, തിളപ്പിക്കുക, വറ്റിക്കുക. എന്നാലും പണ്ടത്തെ ടേസ്റ്റ് വേണമെങ്കിൽ കണക്കിന് കുട്ടികൾ ആവശ്യപ്പെടുമ്പോ പെട്ടെന്ന് പായസം ആവും. എളുപ്പമുണ്ട്. ആയില്ലേ അമ്മ? എന്താന്നങ്ങനെ അറിയും? അത് അല്ല, ഞെക്കി നോക്കണോ? ഐസ്ക്രീം ആവുമെന്തോ. ഇന്നാളെ ഞാൻ ഒരു പായസം ഉണ്ടാക്കി അവസാനം അത് ഐസ്ക്രീം പോലെ കോരി കുടിക്കേണ്ടി വന്നു. പക്ഷെ അന്ന് പാല് കുറവായിരുന്നു, പെട്ടെന്ന് പായസം കുടിക്കാനുള്ള. പക്ഷെ അത് ഇതല്ല, മിക്സ് അല്ലായിരുന്നു. അതുകൊണ്ടായിരിക്കും. നെയ്യ് ഒഴിച്ചു കൊടുക്കണ്ടേ? നീ തണുക്കുമ്പോ ഒന്നുകൂടെ വറ്റുമല്ലേ? അതിലുണ്ടെല്ലാം ഉണ്ട്. അത് നാടനല്ലമ്മ, അത് നമ്മളും ചെയ്യും. എല്ലാം പഴയതെന്ന് പറഞ്ഞാൽ നമ്മളും ചെയ്യും. നെയ്യ് ഉരുവൊന്നില്ലേ, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ചൂടടുപ്പിച്ചു കൊടുക്കണം. അടുപ്പിലെടുത്ത് വെച്ചാൽ ഉരുവി പോവും. വീഴുന്നില്ല. ഓ, കുറച്ചു മതി, അധികം വേണ്ട. വറുത്തിടണോന്നാ? വേണ്ട മതി. വേണ്ട, ഉള്ള അണ്ടിപ്പരിപ്പൊക്കെ മതി. ഇപ്പൊ തണുക്കുമ്പോ ഒന്നും കൂടെ ഇതാവും. മധുരമൊക്കെ കാണുമായിരിക്കും. നമ്മളെ പായസം റെഡി ആയിട്ടുണ്ട് അല്ലേ അമ്മ? എന്തെളുപ്പം. പായസം റെഡി.